എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നൽകണേ എന്ന് ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീമൻ ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 22 അല്ലേ? ഇത് നമ്മുടെ 22ാമത്തെ അധ്യായമാണ് അല്ലേ? അധ്യായം 22 ശ്ലോകം 20 അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം സ്വയംഭുവ മനുവും ശതരൂപയും അവരുടെ മക്കൾ ആരൊക്കെയായിരുന്നു. അതിനുശേഷം കർദമ മഹർഷിയെ കാണാനിടയായ സാഹചര്യം അതാണ് പറഞ്ഞത്. അപ്പോൾ കർദമ മുനി അദ്ദേഹം ഒരു മോക്ഷത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു യോഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ നിർദ്ദേശം കിട്ടുന്നത് ബ്രഹ്മദേവനിലൂടെ സൃഷ്ടികർമ്മം നടത്താനായിട്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് അത് പ്രകൃതിയുടെ ഭഗവാന്റെ ഇച്ഛ അറിഞ്ഞ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ തപസ് അനുഷ്ഠിക്കാൻ പറഞ്ഞു. സരസ്വതി നദീ തീരത്ത് തപസ് അനുഷ്ഠിച്ചു. ഭഗവാൻ അതിൽ പ്രസാദിച്ച് ഭഗവാൻ പ്രസന്നനായി കർദമ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ എന്താണോ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ത്രീയെ വധുവായി കിട്ടണമെന്നുള്ള ആഗ്രഹത്തെ അനുഗ്രഹമായി നൽകി. അങ്ങനെ അദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. പിറ്റേ ദിവസം സ്വയംഭുവ മനു, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ, അവരുടെ മകള് ദേവഹൂതിയെയും കൂട്ടി രഥത്തിൽ വന്ന് ആ ആശ്രമത്തിൻ്റെ പരിസരത്ത് വന്നിറങ്ങി. അവർ കർദമ മഹർഷിയെ കണ്ടു. മഹർഷി അവരെ സ്വാഗതം ചെയ്തു. മഹർഷി ആദ്യം തന്നെ സ്വയംഭുവ മനുവിനെ എൻ്റെ ധാർമ്മികമായ രീതിയിൽ അന്ന് ഭൂമി മുഴുവനും ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് മനു. അപ്പോൾ സ്വയംഭവ മനുവിന് ഒരു രാജാവിൻ്റെ കർത്തവ്യം എന്താണ്, ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങ് എന്തിനാണ് എന്നെ കാണാൻ ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സ്വയംഭവ മനു കാര്യം പറയുകയാണ്. അങ്ങയെ കണ്ടത് തന്നെ എൻ്റെ ഭാഗ്യം, അങ്ങയിൽ നിന്ന് ആ ഉപദേശം സ്വീകരിക്കാൻ സാധിച്ചത് ഭാഗ്യം, അവിടുത്തെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. എല്ലാതും പറഞ്ഞിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ മകളെ അങ്ങ് പത്നിയായി സ്വീകരിക്കണം. അങ്ങേക്ക് അനുയോജ്യയായ ഒരു ഭാര്യയായിരിക്കും. ഗൃഹകാര്യത്തിലും എല്ലാം കൊണ്ടും അങ്ങേക്ക് അനുയോജ്യയായ ഭാര്യയായിരിക്കും എൻ്റെ പുത്രി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആ വന്ന കാര്യം കർദമ മഹർഷിയോട് പറയുകയാണ്. അപ്പോൾ മഹർഷി ഒരു ഉപാധിയിന്മേലാണ് ആ കാര്യം, ദേവഹൂതിയെ അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം, പക്ഷെ ഒരു ഉപാധിയുണ്ട്. അത് ഇതാണ്, അതായത് എൻ്റെ വീര്യത്തിൽ നിന്നും ദേവഹൂതി അങ്ങയുടെ പുത്രി എപ്പോൾ ഗർഭം ധരിക്കുന്നുവോ അതോടെ ഞാൻ ഈ ഒരു എൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഭഗവാന്റെ ഉപദേശപ്രകാരമുള്ള പരമഹംസയോഗികൾ അനുഷ്ഠിക്കുന്ന സന്യാസധർമ്മത്തെ ഞാൻ സ്വീകരിക്കും. ഇതാണ് കർദമ മഹർഷി പറഞ്ഞ ഉപാധി. ആ ഉപാധി ഓക്കെ ആണെങ്കിൽ, അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങയുടെ പുത്രിയെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി 20ാമത്തെ ശ്ലോകം. എന്നിട്ട് അത് പറഞ്ഞത്, അപ്പോൾ അത് ഞാനങ്ങനെ പറയാനുള്ള കാരണം, അപ്പോൾ കർദമ മഹർഷി പറയാണ്, അപ്പോൾ ഒരു ദേവഹൂതി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം ഉണ്ടാവില്ല, സന്യാസമാണ് ഞാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞില്ലേ. അതിന് കാരണം കൂടി എന്താണെന്ന് കർദമ മഹർഷി പറയാണ്.
20ാമത്തെ ശ്ലോകത്തിൽ. യതഃ അഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ച വാ അവതിഷ്ഠതേ പ്രജാപതീനാം പതി ഏഷ മഹ്യം പരം പ്രമാണം ഭഗവൻ അനന്തഃ. യതഃ അഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ച വാ അവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷ മഹ്യം പരം പ്രമാണം ഭഗവാൻ അനന്തഃ. അതായത് യതഃ ആരിൽ നിന്നാണ് അഭവത് ഉത്ഭവിച്ചത്, വിശ്വമിതം ഈ കാണുന്ന പ്രപഞ്ചം, വിചിത്രം അത്ഭുതകരമായി കാണുന്ന ഈ പ്രപഞ്ചം ആരിൽ നിന്നാണ് ഉണ്ടായത്. ഇനി വാ അവതിഷ്ഠതേ ഈ പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം ആരിൽ നിന്നാണ് ഉണ്ടായത്, അതുപോലെ ഈ പ്രപഞ്ചം അവതിഷ്ഠതേ ആരിലാണ് നിലകൊള്ളുന്നത്, സ്ഥിതി ചെയ്യുന്നത്, ആരാണ്, ഏത് ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്. ഇനി സംസ്ഥാസ്യതേ ഏതു ഭഗവാനിലേക്കാണ് ഈ പ്രപഞ്ചം അവസാനം ലയിച്ചു ചേരുന്നത്. അങ്ങനെയുള്ള പ്രജാപതീനാം പതി സകല പ്രജാപതികളുടെയും പതിയായിട്ടുള്ള ഏഷ മഹ്യം, ഏഷ ആ ഭഗവാൻ മഹ്യം എനിക്ക് പരംപ്രമാണം നൽകിയിട്ടുള്ള നിർദ്ദേശമാണത്. ഭഗവാൻ അനന്തഃ അനന്തനായ ആ ഭഗവാൻ എനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമാണത്. അതായത് കർദമ മഹർഷിയോട് ഇനിയുള്ള കാലം തുടർന്ന് ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം, വിവാഹം കഴിച്ച് ഭാര്യ മക്കള് അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടില്ല. അങ്ങയുടെ കർമ്മം പ്രജാസൃഷ്ടി നടത്തുക എന്നതാണ്. ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് സന്യാസം സ്വീകരിച്ച് പിന്നീട് അങ്ങ് ആ യോഗാവസ്ഥയിലേക്കായി ഭഗവാനിലേക്ക് ലയിക്കുകയാണ് വേണ്ടത്. അപ്പം ആ പ്രജാസൃഷ്ടി, അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നത് ഒരു കർത്തവ്യം അങ്ങേക്കുണ്ട്. അത് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പം അതാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചം ആരിൽ നിന്നാണോ ഉണ്ടായത്, ആരാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്, ആരിലേക്കാണോ അവസാനം ഈ പ്രപഞ്ചം ലയിച്ചു ചേരുന്നത്, അങ്ങനെ സകല പ്രജാപതിമാരുടെയും പതിയായിട്ടുള്ള അനന്തനായ ആ ഭഗവാൻ എനിക്ക് നൽകിയ നിർദ്ദേശം അതാണ്. എൻ്റെ വീര്യത്തിൽ നിന്ന് എൻ്റെ പത്നി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അതോടെ കുടുംബജീവിതം, അതായത് ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിച്ചിട്ട് പരമഹംസയോഗികൾ സ്വീകരിക്കുന്ന സന്യാസാശ്രമം സ്വീകരിച്ച് അങ്ങനെ ഭഗവാനിലേക്ക് മോക്ഷാവസ്ഥയെ പ്രാപിക്കേണ്ടതാണ് എന്ന നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉപാധി പറയുന്നത്. കാരണം ഏതൊരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ ആഗ്രഹിക്കുക മകളോടെ നിത്യന്നുമുള്ള ഭർത്താവ് കൂടെ ഉണ്ടാവണം, നല്ലൊരു കുടുംബജീവിതം ഇനിയുള്ള കാലം നയിക്കണമെന്നാണല്ലോ. അപ്പോൾ ആ ഒരു കുടുംബ ഗൃഹസ്ഥൻ എന്ന രീതിയിൽ പിന്നെ എനിക്ക് കഴിയാൻ പറ്റില്ല എന്നും കൂടി അദ്ദേഹം അവരെ അറിയിക്കുന്നു. ശ്ലോകം 21. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരരോട് തുടർന്ന് അങ്ങനെ പറയുകയാണ്. സഹ ഉഗ്രധന്വൻ ഇയത് ഏവ ആപഭാഷേ ആസീത് ച തുഷ്ണീം അരവിന്ദനാഭം ദിയഃ ഉപഗൃഹ്ണൻ സ്മിതശോഭിതേന മുഖേന ഛേദോ ലുലുബേ ദേവഹൂത്യ. സഹ ഉഗ്രധന്വൻ ഇയത് ഏവ ആപഭാഷേ ആസീത് ച തുഷ്ണീം അരവിന്ദനാഭം ദിയ ഉപകൃഷ്ണൻ സ്മിതശോഭിതേന മുഖേന ഛേദോ ലുലുഭേ ദേവഹൂത്യ. അതായത് സഹ ആ കർദമ മഹർഷി, ഉഗ്രധന്വൻ എന്ന് വെച്ചാൽ ഇവിടെ മൈത്രേയ മഹർഷിയാണ് പറയുന്നത്. അപ്പോൾ വിളിക്കുന്നത് യുദ്ധവീരനായിട്ടുള്ള വിതുരരെ, അതാണ് ഉഗ്രധന്യൻ, അതാണ് ഉഗ്രധന്വൻ എന്ന് വിളിക്കുന്നത്. അല്ലയോ മഹായോദ്ധാവായിട്ടുള്ള വിതുരരെ, സഹ ആ കർദമ മഹർഷി ഇയത് ഏവ ഇപ്രകാരം ആപഭാഷയെ പറഞ്ഞതിന് ശേഷം ആസീത് ച തുഷ്ണീം നിശബ്ദനായിട്ട് നിന്നോന്നു, മൗനിയായി. ഇങ്ങനെ ഈ ഉപാധി പറഞ്ഞതിന് ശേഷം കർദമ മഹർഷി നിശബ്ദനായി, ഒന്നും പറയാതെ മൗനിയായിട്ട് നിന്നിട്ട് അരവിന്ദനാഭം നാഭിയിൽ താമരപ്പൂവാൽ അലങ്കൃതനായിട്ടുള്ള ഭഗവാനെ ദിയ സ്വന്തം ബുദ്ധിയിൽ മനസ്സിൽ ഉപകൃഷ്ണൻ കണ്ടുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് അവിടെ നിന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? സ്മിതശോഭിതേന മനോഹരമായ പുഞ്ചിരിയുടെ പുഞ്ചിരി കൊണ്ട് ശോഭിച്ച് നിൽക്കുന്ന മുഖേന ആ കർദമ മഹർഷിയുടെ മുഖം കണ്ടിട്ട് ദേവഹൂത്യ ചെയ്തോ ദേവഹൂതിയുടെ ഹൃദയത്തിൽ ലുലുഭേ വീണ്ടും പ്രലോഭനം ഉണ്ടായിരുന്നു. അതായത് അത് കണ്ടപ്പോൾ ഇതെല്ലാം പറയുന്നത് കേട്ടിട്ടും ആ മനോഹരമായ പുഞ്ചിരിയാൽ ശോഭിച്ച് നിൽക്കുന്ന മഹർഷിയുടെ മുഖം കണ്ടപ്പോൾ ദേവഹൂതി മനസ്സിൽ ഒന്നുകൂടി അങ്ങ് ഉറപ്പിച്ചു, ഇദ്ദേഹം തന്നെയാണ് എൻ്റെ ഭർത്താവ് എന്ന്. മനസ്സിലായോ? അപ്പം അദ്ദേഹം കാര്യം പറഞ്ഞ് ആ ഉപാധി എന്താണെന്ന് അവരെ അറിയിച്ചു. ഭഗവാന്റെ നിർദ്ദേശം അത് തന്നെയാണ് എന്ന് അറിയിച്ചതിന് ശേഷം ഈ
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിശബ്ദനായി മൗനിയായി നിന്ന് ഭഗവാനെ, ആ അനന്തനാരായണമൂർത്തിയെ, ആദിനാരായണമൂർത്തിയെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞ ആ പുഞ്ചിരിയുടെ ശോഭ കണ്ടപ്പോൾ ദേവഭൂതിയുടെ മനസ്സിലേക്ക് അദ്ദേഹം ഒന്നും കൂടി ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. അവളുടെ മനസ്സിൽ ഒന്നും കൂടി ആഴത്തിൽ ഉറച്ചു, ഇദ്ദേഹം തന്നെയാണ് എൻ്റെ പതി എന്ന്. ശ്ലോകം 22. സഹ അനുജ്ഞാതോ വ്യവസിതം മഹിഷ്യാ ദുഹിതു സ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യം പ്രകർഷിത. സഹ അനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാ ദുഹിതു സ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യം പ്രകർഷിത. സഹ ആ മനു മഹിഷ്യ ദുഹിതു, മഹിഷ്യ അദ്ദേഹത്തിൻ്റെ പത്നി രാജ്ഞിയായിട്ടുള്ള ശതരൂപ, ദുഹിതു അദ്ദേഹത്തിൻ്റെ മകള് ദേവഭൂതി, ഇവരുടെ വ്യവസ്ഥിതം അവരുടെ മനസ്സിൽ എന്താണെന്നുള്ള അഭിപ്രായം സ്ഫുടം വളരെ വ്യക്തമായിട്ട് ജ്ഞാത്വ മനസ്സിലാക്കിയെന്ന്. അതാണ് പറയുന്നത്. സഹ മനു, അനു എന്ന് വെച്ചാൽ അനന്തരം, അതിനുശേഷം ആ മനു പെട്ടെന്നങ്ങനെ തീരുമാനം പറയല്ല ചെയ്യുന്നത് കേട്ടോ. പിന്തിരിഞ്ഞ് നോക്കി തേരിൽ തൻ്റെ കൂടെ തേരിൽ വന്നിരിക്കുന്ന ഭാര്യയുടെയും മകളുടെയും അഭിപ്രായം കൂടി മനസ്സിലാക്കിയിട്ട് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം തസ്മൈ ആ കർദമ മുനിക്ക് ഗുണഗണാഢ്യായ സകല ധാർമ്മിക ഗുണങ്ങളോടും കൂടി തികഞ്ഞു നിൽക്കുന്ന കർദമ മുനിക്ക് ദദൗ മകളെ നൽകിയെന്ന്. തുല്യം കർദമ മുനിക്ക് തുല്യം തന്നെ ഗുണങ്ങളുള്ള തൻ്റെ മകളെ നൽകി. പ്രഹർഷിത പൂർണ്ണ സന്തോഷത്തോടെ സംതൃപ്തിയോടെ. മനസ്സിലായോ? അപ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ ഒരു സ്വഭാവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കൂ. എന്തെങ്കിലും കേട്ട മാതി പെട്ടെന്ന് പുരുഷനാണ്, ഞാൻ ആണ് ഗൃഹനാഥൻ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിലെ ഗൃഹനാഥൻ പുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യവും ഞാനാണ് തീരുമാനിക്കേണ്ടതെന്ന് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുക ഒറ്റയ്ക്ക്, അങ്ങനെയല്ല ചെയ്തത് കണ്ടോ. അവരുടെ അഭിപ്രായം എന്താണെന്നറിഞ്ഞ് അവർക്കും പൂർണ്ണ സമ്മതമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം കർദമ മഹർഷിക്ക് വാക്ക് കൊടുത്തു എന്ന്. പിന്നെ വേറൊരു കാര്യം, മകള് ആഗ്രഹിക്കുന്നത് കർദമ മഹർഷിയെ ഭർത്താവായി കിട്ടാനാണ് എന്ന് അറിഞ്ഞിട്ടാണ് സ്വയംഭുവ മനു മകളെയും കൂട്ടി ഈ ആശ്രമത്തിലെത്തിയത്. അപ്പോൾ അന്ന് ഇത്രയും സത്യയുഗത്തിലെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ആ യുഗത്തിൽ പോലും ഒരച്ഛൻ എടുക്കുന്നൊരു തീരുമാനം മകളുടെ മനസ്സറിഞ്ഞിട്ട്, ആ മനസ്സ് എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ജീവിതം എന്താണെന്നും അവരാഗ്രഹിക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് അത് നടത്തി കൊടുക്കുക എന്നതായിരുന്നു അല്ലേ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം വന്ന ത്രേതായുഗത്തിലെ പിന്നെ സീതാദേവി സ്വയംവരാണ്. സ്ത്രീക്കാണ് ഭർത്താവിനെ തീരുമാനിക്കാനുള്ള സ്ഥാനവും അധികാരം കൊടുത്തിരുന്നത്. ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിലെ മാല ചാർത്ത അവിടെയും സ്ത്രീക്കായിരുന്നു പ്രാധാന്യം വന്നത് കേട്ടോ. അത് ഈ ഒരു കലിയുഗമായപ്പോൾ വന്ന ഒരവസ്ഥ കണ്ടോ, നേരെ വിപരീതമായി. സ്ത്രീയുടെ പെൺകുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമില്ല, അഭിപ്രായം ചോദിക്കുന്നില്ല. അച്ഛനമ്മമാർ തീരുമാനം എടുക്കും, മക്കൾ നിന്നു കൊടുക്കേണ്ട ഒരവസ്ഥ. അവരുടെ താല്പര്യം എന്താണ്, അവരുടെ മനോഗത എന്താണെന്ന് ചോദിക്കാൻ പോലുമുള്ള, പറയാൻ പോലുമുള്ള അർഹത ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ഒരു അമ്മമാരുടെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇഷ്ടം എന്താണെന്ന് പുറത്ത് പറയാൻ പോലും ഒരു അധികാരമോ അവസരമോ അവർക്ക് കൊടുത്തിരുന്നില്ല. സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു രീതിയായിരുന്നു അന്നൊക്കെ കണ്ടിരുന്നതല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും നമ്മുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ കാലത്ത്, മുത്തശ്ശിമാരുടെയൊക്കെ കാലത്ത് നമ്മൾ കേട്ടിരിക്കുന്ന കഥ. പക്ഷേ സത്യയുഗത്തിലും ത്രേതായുഗത്തിലൊക്കെ സ്ത്രീയെയാണ് ബഹുമാനിക്കുന്നത്. എവിടെയാണോ സ്ത്രീ ബഹുമാനിക്കപ്പെടുന്നത് അവിടെയാണ് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രഹത്തിൻ്റെ നാഥൻ എന്നതിനേക്കാൾ ഉപരി ഒരു രാജ്യം ഭരിക്കുകയോ ഒരു സംസ്ഥാനം ഭരിക്കുകയല്ല, ഭൂമിയുടെ ചക്രവർത്തി ആയിരുന്നിട്ട് പോലും ഞാനാണ് എല്ലാത്തിൻ്റെ അധികാരി, ഞാനാണ് തീരുമാനം എടുക്കുന്നത് എന്നൊരു ഈഗോ ഇല്ലാതെ ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് മകളുടെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കുകയും അവിടെ തീരുമാനം എടുക്കുന്നതിന് മുൻപ് മഹർഷി തൻ്റെ ഉപാധി അറിയിച്ചതിന് ശേഷവും അവരുടെ അഭിപ്രായം ചോദിച്ച് അവർക്കും പൂർണ്ണ സമ്മതമാണെന്ന് അറിഞ്ഞതിന് ശേഷം സകല ഗുണഗണങ്ങളും തികഞ്ഞു നിൽക്കുന്ന കർദമ മഹർഷിക്ക് അതിന് തുല്യമായ ഗുണങ്ങളോടുകൂടിയ സ്വന്തം മകളെ അങ്ങനെ അദ്ദേഹം നൽകി, വിവാഹം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 23. ശതരൂപ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോ
പര്യതാത് പ്രീത്യ ഭൂഷാവാസ പരിച്ഛദാൻ. ശതരൂപ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോ പര്യതാത് പ്രീത്യ ഭൂഷാവാസ പരിച്ഛദാൻ. ശതരൂപ, അപ്പോൾ സ്വയംഭൂമനുവിൻ്റെ ഭാര്യ മഹാരാജ്ഞിയാണ് അവര് ശതരൂപ. പാരിബർഹാൻ എന്ന് വെച്ചാൽ നിരവധി സമ്മാനങ്ങൾ, മഹാധനാൻ എന്നാൽ വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ ദമ്പത്യോ ആ വധൂവരന്മാർക്ക് പര്യതാത് നൽകി. പ്രീത്യ വളരെ സന്തോഷത്തോടെ നൽകിയതെന്താ? ഭൂഷ എന്ന് വെച്ചാൽ ആഭരണങ്ങൾ, വാസ വസ്ത്രങ്ങൾ, പരിച്ഛദാൻ എന്ന് വെച്ചാൽ ഗൃഹോപകരണങ്ങൾ. അപ്പം ആഭരണങ്ങളായും വസ്ത്രങ്ങളായും ഗൃഹോപകരണങ്ങളായും വളരെ വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ മഹാരാജ്ഞിയായ ശതരൂപ ആ വധൂവരന്മാർക്ക് വളരെ സന്തോഷത്തോടു കൂടി നൽകി. ഇനി അച്ഛനും അമ്മയും അവിടെ നിന്ന് പോവുകയാണ്. മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, ഇനി അവർ തിരിച്ചു പോരുകയാണ്. ശ്ലോകം 24-25 പറയുന്നത്, പ്രത്താം ദുഹിതരാം സമ്രാട്ട് സദൃക്ഷായ ഗതവ്യത ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യ ഉന്മദിത ആശയഃ. പ്രത്താം ദുഹിതരം സമ്രാട്ട് സദൃക്ഷായ ഗതവ്യത ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യ ഉന്മദിത ആശയഃ. പ്രത്താം എന്ന് വെച്ചാൽ നൽകി, ദുഹിതരം സ്വന്തം പുത്രിയെ, സമ്രാട്ട് സ്വയംഭൂവ മനു, സദൃക്ഷായ എന്ന് വെച്ചാൽ അനുയോജ്യനായിട്ടുള്ള വ്യക്തിക്ക്, തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിക്ക് അവളെ വിവാഹം കഴിച്ച് നൽകിയതിന് ശേഷം ഗതവ്യത, ആ വ്യതയിൽ നിന്ന് പുറത്തു വന്നു. ഏത് വ്യത? ഒരു പുത്രിയുടെ ഭാവി ജീവിതം, വിവാഹം, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഒരു പിതാവിനുണ്ടാകുന്ന ആദിയുണ്ടല്ലോ, അതിൽ നിന്ന് അദ്ദേഹം അങ്ങനെ മുക്തനായി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഔത്കണ്ഠ്യ ഉന്മദിത ആശയ, മകളെ പിരിയേണ്ടി വരുന്ന ആ ഒരു ചിന്ത ആലോചിച്ചിട്ട് ഉത്കണ്ഠയും മാത്രം ഉത്കണ്ഠയോടുകൂടി വിക്ഷുബ്ധമായ ഒരു മനസ്സോടുകൂടി അദ്ദേഹം ബാഹുഭ്യാം ഇരു കൈകളോടും കൂടി ഉപഗുഹ്യ മകളെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു. അതായത് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു സങ്കടവും വിഷമവും ഇനി എന്നാ കാണുക? അതും ഇത്രയും രാജകീയമായൊരു കൊട്ടാരത്തിൽ വസിച്ച മകളെ ഇപ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ് ഇനി ഇരിക്കാൻ പോകുന്നത്. എല്ലാം ആലോചിച്ച് അപ്പം മകളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടുള്ള വ്യതയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു, മുക്തനായി. അവൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തത് കൊണ്ട്. പക്ഷേ മകളെ പിരിയുന്നത്, മകളുടെ സുഖ സൗകര്യങ്ങളൊക്കെ ഇനി പഴയതുപോലെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ കൊണ്ട് അദ്ദേഹം മകളെ ഇരു കൈകളോടുകൂടി വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു. ശ്ലോകം 25 അശക്നുവൻ തദ് വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഹു ആസിഞ്ചത് അംബ വത്സേ ഇതി നേത്രോദൈ ദുഹിതു ശിഖാഹ. അശക്നുവൻ തദ് വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഹു ആസിഞ്ചത് അംബ വത്സേ ഇതി നേത്രോദൈ ദുഹിതുഹു ശിഖാഹ. അശക്നുവൻ എന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയുന്നില്ല, തത് വിരഹം പുത്രിയെ പിരിയുന്നതിൻ്റെ ദുഃഖം സഹിക്കാൻ കഴിയാതെ, മുഞ്ചൻ ബാഷ്പകല കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു, മുഹു വീണ്ടും വീണ്ടും കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർന്നൊഴുകുന്നു, മകളെ പിരിയുന്നതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ. എന്നിട്ട് അംബ വത്സേ ഇതി, അല്ലയോ മകളെ, എൻ്റെ വാത്സല്യപുത്രി എന്നൊക്കെ വിളിച്ചിട്ട് നേത്രോദേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് ദുഹിതു, അപ്പം മകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കല്ലേ, അപ്പം മകളുടെ ശിഖ മുടിക്കെട്ട് ആസിഞ്ചത് എന്ന് വെച്ചാൽ നനഞ്ഞു എന്ന്. അപ്പം കണ്ണുനീര് വന്നിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ മാറോട് ചേർത്തി പിടിച്ചിരിക്കുന്ന മകളുടെ തലയിൽ മുടിക്കെട്ടിൽ കണ്ണുനീര് ഒഴുകിയിട്ട് ആ തലമുടി നനഞ്ഞു എന്നാണ് പറയുന്നത്. വാത്സല്യപൂർവ്വം ആ മകളെ വാത്സല്യപുത്രി എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം കരഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരാൽ മകളുടെ മുടിക്കെട്ട് നനഞ്ഞു. ശ്ലോകം 26-27. ഇനി അവർ തിരിച്ചു പോരുകയാണ്. സ്വയംഭുവ മനു ശതരൂപയും തിരിച്ച് അവരുടെ രാജധാനിയിലേക്ക് തിരിച്ചു പോരുകയാണ്. ആ പോരുന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് 26-27 ശ്ലോകങ്ങളിൽ. ആമന്ത്ര്യാത്തം മുനിവരം അനുജ്ഞാത സഹാനുക പ്രദസ്തേരഥമാരൂഹ്യ സ ഭാര്യ സ്വപുരം നൃപ ഉഭയോ ഋഷികുല്യായ സരസ്വത്യ സുരോധസോ ഋഷീണാം ഉപശാന്താനാം പശ്യൻ ആശ്രമസമ്പദഃ.
ആമന്ത്ര്യത്തം മുനിവരം അനുജ്ഞാത സഹാനുകഃ പ്രദസ്തേ രഥമാരൂഹ്യ സഭാര്യ സുപുരം നൃപഃ ഉഭയോഃ ഋഷികുല്യായ സരസ്വത്യാ സുരോധസോ ഋഷീണാം ഉപശാന്താനാം പശ്യന്നാശ്രമ സമ്പദഃ. ആ മന്ത്രി അനുവാദം ചോദിച്ചു എന്ന് പോകാനായിട്ട്. തം മുനിവരം, ആ മുനിവരം മുനിമാരിൽ ശ്രേഷ്ഠനായ കർദമ മഹർഷിയോട് സ്വയംഭുവ മനു തിരിച്ചു പോകാനുള്ള അനുവാദം ചോദിച്ചു. അനുജ്ഞാത, അങ്ങനെ പോകാനായിട്ട് അദ്ദേഹം അനുവാദം കിട്ടിയിട്ട് മുനിയുടെ അനുവാദത്താൽ സ്വയംഭുവ മനു തിരിച്ചു പോകാൻ ഒരുങ്ങി. സഹ അനുക എന്ന് വെച്ചാൽ തന്നെ പിന്തുടർന്നു വരുന്ന ഭാര്യയോടൊപ്പം ഭാര്യയും പിന്തുടർന്നു വന്നു. അങ്ങനെ പ്രദസ്തേ രഥമാരൂഹ്യ, രഥത്തിലേക്ക് കയറിയിരുന്നു. സ്വപുരം, സ്വന്തം പുരം, സ്വന്തം നഗരത്തിലേക്ക് അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു. നൃപ എന്ന് വെച്ചാൽ രാജാവ്. അപ്പോൾ സ്വയംഭുവ മനു കർദമ മഹർഷിയോട് അനുവാദം ചോദിച്ചു തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഭാര്യയോടൊപ്പം തിരിച്ച് രഥത്തിൽ കയറി സ്വന്തം നഗരത്തിലേക്ക് യാത്രയായി. ഉഭയോഹോ എന്ന് വെച്ചാൽ രണ്ട് എന്നർത്ഥം. സരസ്വത്യാ സുരോധസോ, സരസ്വതി നദിയുടെ തീരത്തിരുന്നിട്ടാണ് കർദമ പ്രജാപതി തപസ് അനുഷ്ഠിച്ചത്. അവിടേക്കാണ് ഇവരെത്തിച്ചേർന്നത്. അപ്പം സരസ്വതി നദിയുടെ സുരോധസോ എന്ന് വെച്ചാൽ രണ്ട് തീരങ്ങൾ, മനോഹരമായ രണ്ട് തീരങ്ങൾ, അതാണ് ഉഭയോഹോ എന്ന് പറഞ്ഞത്. രണ്ട് സരസ്വതി നദിയുടെ മനോഹരമായ രണ്ട് തീരങ്ങൾ, രണ്ട് കരഭാഗം, അത് ഋഷികുല്യായ, ഋഷികൾക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ്. മഹർഷിമാർ വന്ന് തപസ്സനുഷ്ഠിക്കാനൊക്കെ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അത്രയും പവിത്രമായ സ്ഥലമാണത്. ഈ സരസ്വതി നദിയുടെ രണ്ട് കരകളും അത്ര മനോഹരമായ ഭാഗമാണ്. അവിടെ ഋഷീണാം ഉപശാന്താനാം, പ്രശാന്തമായ മഹർഷിമാരെയും ആശ്രമസമ്പത, അവരുടെ ആശ്രമ സമ്പത്തുകളും ഒക്കെ പശ്യൻ, കണ്ടുകൊണ്ട് അവരെങ്ങനെ രഥത്തിൽ തിരിച്ച് യാത്രയായി എന്ന്. അപ്പോൾ സരസ്വതി നദിയുടെ രണ്ട് തീരവും അത്യധികം മനോഹരമായ, ഋഷികൾക്ക് അത്രയ്ക്ക് സ്വീകാര്യമായ സ്ഥലമായിട്ടുള്ള ആ പ്രദേശത്തു കൂടി മഹർഷിമാരുടെ ആശ്രമങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രശാന്തരായിട്ടുള്ള മഹർഷിമാരെയൊക്കെ കണ്ടിട്ട് അവരങ്ങനെ ആ തീരങ്ങളിലൂടെ യാത്ര തിരിച്ചു. അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഭൂമിയുടെ ചക്രവർത്തിയാണ് സ്വയംഭുവ മനു എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക്, അപ്പോൾ നമുക്കറിയാലോ ഒരു രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും ആ രാജാവ് ഇരിക്കുന്ന ഒരു കേന്ദ്രസ്ഥാനം ഉണ്ടാവുമല്ലോ, ഒരു തലസ്ഥാന നഗരം, അവിടെയാണ് രാജധാനി. ആ രാജധാനിയെ, ആ കേന്ദ്രത്തിൽ രാജധാനിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഭൂമി മുഴുവൻ ഭരിച്ചിരുന്നത്. അങ്ങനെയുള്ള സ്ഥലമാണ് ഇനി ഇവിടെ പറയുന്നത് ബ്രഹ്മാവർത്തം. അതാണ് ബ്രഹ്മാവർത്തമാണ് സ്വയംഭുവ മനു ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന, ഭൂമിയെ ഭരിച്ചിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ബ്രഹ്മാവർത്തം. അവിടേക്കാണ് ഇപ്പോൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത്. തം ആയാന്തം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതി ഗീതാ സംസ്തുതി വാദിത്രേ പ്രത്യുദീയുഃ പ്രഹർഷിതഃ തം ആയാന്തം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതി ഗീതാ സംസ്തുതി വാദിത്രേ പ്രത്യുദീയുഃ പ്രഹർഷിതഃ. തം, ആ രാജാവ്, ആയാന്തം ആഗതനാകുന്നു എന്ന് അഭിപ്രേത്യ, കേട്ടിട്ട് എന്നറിഞ്ഞിട്ട്, ബ്രഹ്മാവർത്താത്, അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ടുള്ള ബ്രഹ്മാവർത്തം എന്ന ആ സ്ഥലത്തിലെ മുഴുവൻ പ്രജകളും പതിയും, അവരുടെ പ്രഭുവായിട്ടുള്ള അവരുടെ രാജാവ് തിരിച്ചു വരുന്നു എന്ന വാർത്ത കേട്ടിട്ട് ഗീത സംസ്തുതി വാദിത്രേ എന്ന് വെച്ചാൽ പാട്ടുകൾ, സ്തുതിഗീതങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയെല്ലാം കൊണ്ട് പ്രഹർഷിത അത്യധികം സന്തോഷത്തോടുകൂടി പ്രത്യുദീയു, രാജാവിനെയും രാജ്ഞിയെയും സ്വീകരിച്ചു എന്ന്. അവിടുത്തെ ജനങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, ബ്രഹ്മാവർത്തത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ അത്യധികം സന്തോഷത്തോടുകൂടി ഗാനങ്ങളും സ്തുതിഗീതങ്ങളും വാദ്യഘോഷങ്ങൾ കൊണ്ടൊക്കെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ രാജധാനി ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ രാജധാനി ഇരിക്കുന്ന ആ നഗരത്തിനെ വിളിക്കുന്നത് ബർഹിഷ്മതി എന്നാണ്. മനസ്സിലായോ? ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്ത് ബർഹിഷ്മതി എന്ന നഗരത്തിലാണ് ആ രാജധാനി കൊട്ടാരം ഇരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് 29-30 ശ്ലോകങ്ങളിൽ പറയുന്നത്. ബർഹിഷ്മതി നാമപുരി സർവസമ്പത് സമന്വിത നിബദൻ യത്ര രോമാണി യജ്ഞസ്യ അംഗം വിദുന്വതഃ
കുശാഹ കാശാഹ തേ ഏവ ആസിൻ ശശ്വത്ഹരിതവർച്ചസഃ ഋഷയോഃ യൈ പരിഭാവ്യ യജ്ഞഗാൻ യജ്ഞം ഈജിരേ. ബർഹിഷ്മതി നാമപുരി സർവസമ്പത്സമന്വിത ബർഹിഷ്മതി നാമപുരി സർവസമ്പത്സമന്വിത ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യ അംഗം വിദുന്വതഃ കുശഃ കാശഃ തേ ഏവ ആസൻ ശശ്വത്ഹരിതവർച്ചസഃ ഋഷയോഃ യൈ പരിഭാവ്യ യജ്ഞജ്ഞാൻ യജ്ഞം ഈജിരേ. അതായത് ബർഹിഷ്മതി നാമപുരി, ബർഹിഷ്മതി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആ നഗരം സർവസമ്പത് സമന്വിത, എല്ലാ സർവ സമ്പത്ത് കൊണ്ടും സമ്പന്നമായിട്ടുള്ള തികഞ്ഞതായിട്ടുള്ള ആ നഗരത്തിലാണ് സ്വയംഭുവ മനുവിൻ്റെ കൊട്ടാരം രാജധാനി ഇരിക്കുന്നത്. ആ നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇനി പറയുന്നത്. യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വരാഹമൂർത്തിയുടെ അംഗം ശരീരമൊന്ന് കുടഞ്ഞപ്പോൾ, കുടഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് വീണ രോമങ്ങൾ എത്ര ന്യപതൻ വന്നു പതിച്ചത് എവിടെയാണോ അതാണ് ബർഹിഷ്മതി എന്ന സ്ഥലം. മനസ്സിലായോ? അപ്പോൾ ഇതിന് മുന്നേ ആ വരാഹമൂർത്തിയായിരുന്ന ഭഗവാൻ, യജ്ഞസ്വരൂപനായ വരാഹമൂർത്തി തൻ്റെ ശരീരം ഒന്ന് കുടഞ്ഞപ്പോൾ, ആ ആകാശത്ത് നിന്ന് ആ ശരീരം ഒന്ന് കുടഞ്ഞപ്പോൾ ആ ശരീരത്തിലെ രോമങ്ങളൊക്കെ നമ്മൾ വരാഹമൂർത്തിയുടെ കഥ പറയുമ്പോൾ അത് കേട്ടിരുന്നു. രോമങ്ങൾ വന്ന് വീണ സ്ഥലമാണ് ഈ ബർഹിഷ്മതി. അതാണ് ഈ രാജധാനി ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ ആ രോമങ്ങളാണ് അവിടെയുള്ള ദർഭപ്പുല്ലുകളായി മുളച്ചത് എന്ന്. അതാണ് പറയുന്നത് കുശാഹ കാശഹ തേ. ആ രോമങ്ങളാണ് കുശപ്പുല്ല്, ദർഭപ്പുല്ല്, കാശപ്പുല്ല് എന്ന് പറയുന്ന മറ്റൊരു തരം പുല്ല്. ഇവയായിട്ട് മുളച്ച് ഏവ ആസൻ, അവിടെ അങ്ങനെ നിന്നത് ശശ്വത ഹരിതവർച്ചസ. ശശ്വത എന്ന് വെച്ചാൽ നിത്യവും എപ്പോഴും നിത്യഹരിതമായിട്ട് ഈ പുല്ല് അവിടെ ഇങ്ങനെ മുളച്ച്, അതായത് അത് നശിച്ചു പോണില്ല, ഇല്ലാണ്ടാവണില്ല, എപ്പോഴും നിത്യഹരിതമായി മുളച്ച് അങ്ങനെ വർച്ചസ പച്ചപ്പോടുകൂടി നിൽക്കുകയായിരുന്നു അവിടെ നിന്നും. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആ രോമങ്ങളാണ് ദർഭപ്പുല്ലും കുശപ്പുല്ലും കാശപ്പുല്ലുമായിട്ട് നിത്യവും എപ്പോഴും നിത്യഹരിതമായി ഇങ്ങനെ മുളച്ച് പച്ചപ്പോടുകൂടി നിൽക്കുന്നത്. ഋഷയഃ മുനിമാര് ഈ ദർഭപ്പുല്ല് ഉപയോഗിച്ച് യജ്ഞം ചെയ്തിട്ട് യജ്ഞജ്ഞാൻ എന്ന് വെച്ചാൽ യജ്ഞത്തിന് വിഘ്നം വരുത്തുന്ന അസുരന്മാരെ പരാഭാവ്യ ഇല്ലാതാക്കിയിട്ട് ഈ ദർഭപ്പുല്ല് ഉപയോഗിച്ച് യജ്ഞം ചെയ്ത് ഭഗവാനെ ആരാധിച്ചിരുന്നു എന്ന്. അപ്പോൾ ബർഹിഷ്മതി എന്ന നഗരം എന്ന പേരിലുള്ള ആ നഗരം സർവസമ്പത്തും തികഞ്ഞ നഗരം. അത് ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചപ്പോൾ ആ ശരീരം കുടഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് വീണ രോമങ്ങൾ വന്ന് പതിച്ച സ്ഥലമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ആ രോമങ്ങളാണ് അവിടെയുള്ള കുശപ്പുല്ലും കാശപ്പുല്ലുകളായിട്ട് മുളച്ച് നിത്യഹരിതമായി പച്ചപ്പോടുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നഗരത്തിൽ മഹർഷിമാരെല്ലാം വന്നിട്ട് ഈ യജ്ഞം മുടക്കാൻ വരുന്ന അസുരന്മാരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഈ ദർഭപ്പുല്ലുകൊണ്ട് പൂജിച്ചിട്ട് യജ്ഞം ചെയ്ത് ഭഗവാനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അത്രയ്ക്കും ശ്രേഷ്ഠമായ നഗരമാണ് സ്വയംഭുവ മനുവിൻ്റെ കൊട്ടാരം രാജധാനി ഇരിക്കുന്നത്. ഇനി ശ്ലോകം 31. കുശകാശമയം ബർഹി ആസ്തീര്യ ഭഗവാൻ മനു അയജത് യജ്ഞപുരുഷം ലബ്ധ്വാസ്ഥാനം യഥോഭുവം. കുശകാശമയം, കുശപ്പുല്ലിൻ്റെയും കാശപ്പുല്ലുകൊണ്ടും നിർമ്മിച്ച ബർഹി, ഒരു ഇരിപ്പിടം, അത് ആസ്തീര്യ, അത് വിരിച്ചിട്ട് ഭഗവാൻ മനു, ആ സ്വയംഭുവ മനു യഥോഭുവം എന്ന് വെച്ചാൽ ആരാണോ ഭുവം, ഈ ഭൂമിയെ ലബ്ധ്വാസ്ഥാനം എനിക്ക് നേടിത്തന്നത്. അതായത് ഈ ഒരു ഭൂമി ഉണ്ടല്ലോ, ഈ ഒരു ഭൂപ്രദേശം, ഇവിടെ ഇതെൻ്റെ നഗരമാക്കി തന്നത് എനിക്ക് ആരാണോ ആ ഭഗവാനെ യജ്ഞപുരുഷം അയജത്, ആ ഭഗവാനെ ആ ദർഭപ്പുല്ലിൽ ഇരുന്നു കൊണ്ട് സ്വയംഭുവ മനു നിത്യവും പൂജിച്ചു ആരാധിച്ചു എന്നാണ് പറയുന്നത്. ആ കുശപ്പുല്ലുകൊണ്ടും കശപ്പുല്ലുകൊണ്ടും ഉണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് സ്വയംഭുവ മനു ഈ ഭൂപ്രദേശം എനിക്ക് നേടിത്തന്ന, എൻ്റെ ജന്മസ്ഥലമാക്കി തന്ന, അല്ലെങ്കിൽ എനിക്ക് രാജധാനി ഉണ്ടാക്കാനുള്ള എൻ്റെ പ്രദേശമാക്കി, എൻ്റെ നഗരമാക്കി എനിക്ക് തന്ന ആ ഭഗവാനെ, ആ ഭഗവാന്റെ രോമങ്ങളിൽ നിന്നും ഉണ്ടായ കുശപ്പുല്ലും കാശപ്പുല്ലും കൊണ്ടും ഉണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ആ ഭഗവാനെ യജ്ഞപുരുഷനെ അദ്ദേഹം ആരാധിക്കുകയും ചെയ്തു.
ഇനി ശ്ലോകം 32. ബർഹിഷ്മതി നാമ വിഭൂ യഹാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോഹോ ഭവനം താപത്രയ വിനാശനം. ഇനി നമ്മൾ ആ വിവാഹമൊക്കെ കഴിഞ്ഞു. അച്ഛനും അമ്മയും സ്വയംഭുവ മനുവും ശതരൂപയും തിരിച്ചു പോരുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകൾ കണ്ടു. അവരുടെ സ്ഥലത്ത്, ആ പ്രദേശത്ത് എത്തിയപ്പോൾ, ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്തെത്തിയപ്പോൾ തന്നെ പ്രജകളെല്ലാം അത്യധികം സ്നേഹത്തോടും സന്തോഷത്തോടും അവരെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാജധാനി ഇരിക്കുന്ന സ്ഥലം ബർഹിഷ്മതി എന്ന നഗരം, അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞു. ഇനി നമ്മൾ സ്വയംഭുവ മനു അദ്ദേഹം ആ രാജധാനിയിൽ വന്ന് പിന്നീട് ഭൂമി ഭരിച്ച് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് എന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ 5-8 ശ്ലോകങ്ങളിലായിട്ട് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ സ്വയംഭുവ മനുവിനെ കുറിച്ചുള്ള കഥാഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മകളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷമുള്ള തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബർഹിഷ്മതി നാമ, ബർഹിഷ്മതി എന്ന് പേരുള്ള ആ നഗരം, വിഭു മഹാനായ സ്വയംഭുവ മനു സമാവസത് അദ്ദേഹം വസിച്ചിരുന്ന ആ നഗരത്തിലേക്ക് നിർവിശ്യ തിരിച്ചെത്തിയിട്ട് തസ്യാം അവിടെ പ്രവേശിച്ചു ഭവനം, സ്വന്തം ഭവനത്തിലേക്ക്. താപത്രയ വിനാശനം, 3 വിധത്തിലുള്ള ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന, അതാണ് താപത്രയം, ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന സ്വന്തം ഭവനത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു എന്ന്. അപ്പം ആ ബർഹിഷ്മതി എന്ന നഗരത്തിലേക്ക് വന്നു. സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന, എന്ന് വെച്ചാൽ അറിയാലോ, അധ്യാത്മം, ആദിഭൗതികം, ആദിദൈവികമായ സകലവിധ ഒരു മനുഷ്യനുണ്ടാകുന്ന സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന സ്ഥലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭവനത്തിലേക്ക് അദ്ദേഹം അങ്ങനെ പ്രവേശിച്ചു. തുടർന്ന് 33-ാമത്തെ ശ്ലോകം. സഭാര്യ സപ്രജ കാമാൻ ബുഭുജേ അന്യ അവിരോധത സംഗീയമാന സത്കീർത്തി സസ്ത്രിഭിഹി സുരഗായകൈ പ്രതി ഉഷേസു അനുബന്ധേന ഹൃദ ശൃണ്വൻ ഹരേ കഥാഹ. സഭാര്യ സപ്രജ കാമാൻ ബുഭുജേ അന്യ അവിരോധത സംഗീയമാന സത്കീർത്തി സസ്ത്രിഭിഹി സുരഗായകൈ പ്രത്യുഷേഷു പ്രതി ഉഷേസു അനുബന്ധേന ഹൃദ ശൃണ്വൻ ഹരേഹേ കഥാഹ. സഭാര്യ സപ്രജ, സ്വന്തം ഭാര്യയോടും പ്രജകളോടും ഒപ്പം കാമാൻ, എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളും ധാർമ്മികമായ രീതിയിൽ ബുഭുജെ അനുഭവിച്ചിട്ട് അന്യ അവിരോധത, മറ്റാർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ, എന്ന് വെച്ചാൽ എല്ലാ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ, അതാണ് ധാർമ്മികമായ പ്രവർത്തനത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ എല്ലാ സുഖഭോഗങ്ങളെ അനുഭവിച്ച് ഭാര്യയോടും പ്രജകളോടും ഒപ്പം അദ്ദേഹം അവിടെ ആ കൊട്ടാരത്തിൽ നല്ല രീതിയിൽ ഭൂമി ഭരിച്ചുകൊണ്ട് സ്വയംഭുവ മനു ജീവിച്ചു. സുരഗായകൈഹി, ദേവലോകത്തിലെ ഗായകരായിട്ടുള്ള ഗന്ധർവന്മാർ സ്ത്രീഭിഹി, സ്വന്തം ഭാര്യമാരോടൊപ്പം വന്ന് സത്കീർത്തി, സ്വയംഭുവ മനുവിൻ്റെ സത്കീർത്തിയെ സംഗീയമാനഹ, പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു നിത്യവും. അദ്ദേഹമാകട്ടെ അതൊന്നും കേട്ട് അതിൽ തൻ്റെ അഭിമാനം കൊള്ളുകയോ ഞാനൊരു വലിയ ആളാണെന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ പ്രതിഉഷേസു, എല്ലാ ദിവസവും പ്രഭാതത്തിൽ അനുബന്ധേന ഹൃദ, ഭഗവാനോടുള്ള ഭക്തി മാത്രം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് ശൃണ്ണൻ കേട്ടു, ഹരേഹേ കഥ, ഭഗവാൻ ശ്രീഹരിയുടെ കഥ എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്നെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണർന്നിരുന്നത്. അങ്ങനെ നിത്യവും. അപ്പം തുടർന്നുള്ള കാലം ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ തുടർന്നുള്ള കാലം അദ്ദേഹം ഭാര്യയോടും പ്രജകളോടുമൊപ്പം വളരെ അദ്ദേഹം ചക്രവർത്തിയാണെന്ന് പറയുമ്പോൾ ഊഹിക്കാലോ, അത്രയും ആഡംബരവും സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ അതിനെയൊക്കെ അനുഭവിച്ചിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ സത്കീർത്തി, സദ്ഭരണം, അതിനെ ഗന്ധർവന്മാർ സ്വപത്നിമാരോടൊപ്പം വന്ന് വാഴ്ത്തിപ്പാടും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും കേട്ട് ഒരു ഈഗോ വരാതെ ഭഗവാനിൽ ഭക്തി നിർഭരമായ മനസ്സോടുകൂടി എന്നും പ്രഭാതത്തിൽ ഭഗവത് കഥകൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ശ്ലോകം 34. നിഷ്ണാദം യോഗമായാസു മുനിം സ്വയംഭുവ മനും യഥാ ആഭ്രംശയിതും ഭോഗ ന ശേഖു ഭവത്പരം. നിഷ്ണാദം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ആഭ്രംശയിതും ഭോഗ ന ശേഖു ഭഗവത്പരം. നിഷ്ണാദം യോഗമായാസു,
അതായത് യോഗമായാസു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഭൗതികമായ സുഖസൗകര്യങ്ങളിലൊക്കെ അത് ധാർമ്മികമായ രീതിയിൽ നിഷ്ണാദം അതിനെയൊക്കെ ഉൾക്കൊണ്ട് അതിലൊക്കെ മുഴുകിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും സ്വയംഭുവ മനു അദ്ദേഹം ഭവത്പരം ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഒരു മുനിയായിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. മുനി എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം സംസാരിച്ച് മൗനിയായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതായത് എല്ലാവിധ ഭൗതിക സുഖസൗകര്യങ്ങളും ധാർമ്മികമായ രീതിയിൽ അതിലൊക്കെ മുഴുകി അതൊക്കെ അനുഭവിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ച് ഒരു മുനിയെ പോലെയാണ് സ്വയംഭുവ മനു കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതൊന്നിലാണോ ഈ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖഭോഗങ്ങൾക്ക് ആഭ്രംശയിതും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കം തെറ്റിക്കാൻ ശക്തി ഉണ്ടായില്ല എന്ന്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ മനസ്സിനൊരു ഇളക്കം തട്ടാൻ, അതായത് സുഖഭോഗങ്ങളും ആർഭാടങ്ങളൊക്കെ കൂടുമ്പോൾ ഇത് നഷ്ടപ്പെടുമോ, ഇതില്ലെങ്കിൽ എനിക്ക് അതില്ലെങ്കിൽ പറ്റില്ല, എനിക്ക് ഇതില്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ മനുഷ്യരെല്ലാവരും പൊതുവേ പറയുന്നത് കേട്ടിട്ടില്ലേ. ഒരുപാട് സുഖങ്ങൾ കൂടുമ്പോൾ എനിക്ക് അതേ പറ്റുള്ളൂ, എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് അത് നഷ്ടം സഹിക്കാൻ പറ്റില്ല, ഈ നഷ്ടം സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഇത്രയും ഭൂമിയുടെ ചക്രവർത്തിയാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത്രയും ആഡംബരവും സുഖസൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഈ സുഖഭോഗങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കാനുള്ള ശക്തി ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ഒരു തിദീക്ഷാഭാവത്തിൽ, നമ്മൾ ഗീതയിൽ പഠിച്ചിട്ടില്ലേ തിദീക്ഷാഭാവം, അതായത് സന്തുലിതാവസ്ഥയിൽ തന്നെ മനസ്സ് എപ്പോഴും നിന്നിരുന്നു എന്ന്. അതാണ് പറയുന്നത്. കാരണം ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ആണല്ലോ നമ്മൾ എല്ലാ സുഖങ്ങളും അനുഭവിക്കുക അല്ലേ. നല്ല രുചി, നല്ല മണം, നല്ല കാഴ്ച, നല്ല ശബ്ദം, നല്ല സ്പർശം, എല്ലാ സുഖങ്ങളും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ ഇതിനെയൊക്കെ വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇതിനെ വലിച്ചെടുക്കുക എന്ന ക്രിയയാണ് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ അനുഭവിക്കുന്നത് മനസ്സാണ്. അറിയാലോ, മനസ്സാണ് ഇതിനെ എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത് എന്ന് വേർതിരിച്ച് അനുഭവിക്കുന്നത്. അപ്പോൾ ആ മനസ്സ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് സദാ ഭഗവാന്റെ കഥകൾ, ഇപ്പോൾ പറഞ്ഞില്ലേ ഓരോ പ്രഭാതവും ഭഗവാന്റെ കഥകൾ, ഭക്തി നിർഭരമായ മനസ്സോടെ ഭഗവത് കഥകൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കം തെറ്റിക്കാം. മനസ്സിനെ ഇളക്കം തെറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സന്തോഷം അല്ലെങ്കിൽ ദുഃഖം, ആദി വ്യാധി, ദുഃഖം, ചിന്ത, ടെൻഷൻ, പേടി, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ മനസ്സിൻ്റെ തോട്ട്സ്, മനസ്സിൻ്റെ ഇളക്കങ്ങൾ. ഈ ഇളക്കം തട്ടിക്കാൻ ഈ ഭൗതിക സുഖങ്ങൾക്കൊന്നും ഒരു ശക്തി ഉണ്ടായില്ല. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, മനസ്സ് എന്ന് പറയുന്ന ഒരു മുന്തിരിവള്ളി പോലെയാണ്. അതിന് പടർന്നു കയറാൻ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അതുമ്മലാണ് അത് പടർന്നു കയറുക. അപ്പോൾ അത് എന്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളത് ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചാൽ ഭഗവാനെ പടർന്ന് പിടിച്ച് അതങ്ങനെ വളരും. നമ്മൾ ഭൗതികമായ എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് ആ മനസ്സിനെ ചേർത്ത് വെച്ചാൽ അത് അതിലേക്ക് വളരുകയും ചെയ്യും എന്ന് കരുതി ഉത്തരവാദിത്തങ്ങളെ ഉപേക്ഷിക്കുകയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നും കൂടി ഓർക്കണം. ഒരു മകളോടുള്ള ഒരച്ഛൻ്റെ ഉത്തരവാദിത്തം എന്താണോ ആ കർത്തവ്യങ്ങളൊക്കെ പൂർത്തിയാക്കി. അതായത് നമ്മൾ വേദത്തിൽ പറയുന്ന പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ, 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മമർത്ഥ കാമ മോക്ഷം. അതുപോലെ 4 ആശ്രമങ്ങൾ, ആ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥം, ഓരോ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോരുന്ന ഒരവസ്ഥ. അതാണ് ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മനസ്സിനെ പതുക്കെ അതുവരെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു മകളെക്കുറിച്ചുള്ള വ്യാധി, ആദി മകളുടെ ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ ആദി അവളെ വിട്ടുപിരിഞ്ഞു പോരുമ്പോഴുള്ള ഒരു സാധാരണ അച്ഛൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക ഇളക്കങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയായപ്പോൾ മനസ്സ് അദ്ദേഹം ഭഗവാനിലേക്ക് സദാ ചേർത്ത് വെച്ചു. പിന്നെയും ഈ ഭൗതിക സുഖങ്ങളോടുള്ള ആഗ്രഹത്തോടു കൂടി ഇത് അനുഭവിച്ച് ജീവിക്കണം എന്നുള്ള മോഹമില്ലേ. നമ്മൾ മഹാഭാരതത്തിൽ ഇതിൽ കണ്ടില്ലേ, ധൃതരാഷ്ട്രരെ കണ്ടില്ലേ, ആ എല്ലാം പോയിട്ടും ആ കൊട്ടാരം വിട്ട് ഇറങ്ങാനുള്ള മടി, അത് ഉപേക്ഷിക്കാനുള്ള മടി. അപ്പോൾ അത് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ആസക്തി ഒന്നിനോടും ഇല്ലാതെയായിരുന്നു അദ്ദേഹം സ്വയംഭുവ മനു അവിടെ ഭരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 35. ആയതായാമ
തസ്യ ആസൻ യാമാ സ്വ അന്തരയാപന ശൃണ്വതോ ധ്യായതോ വിഷ്ണോ കുർവതോ ബ്രുവദാ കഥ. ആയതയാമ തസ്യാസൻ യാമാസ്വ അന്തരയാപന ശൃണ്വതോ ധ്യായതോ വിഷ്ണോഹോ കുർവതോ ബ്രുവദഃ കഥഃ. അതായത് തസ്യ ആ മനു അദ്ദേഹത്തിൻ്റെ ആയതായാമ എന്ന് വെച്ചാൽ ഒരു നിമിഷ സമയം പോലും നഷ്ടപ്പെടുത്താതെ, തസ്യ എന്ന് വെച്ചാൽ മനു ആസൻ സ്ഥിതി ചെയ്തു ജീവിച്ചു. അതെങ്ങനെയാണ്? യാമ ഓരോ മണിക്കൂറുകളും സ്വാന്തരയാപന, തൻ്റെ സ്വാന്തരയാപന എന്ന് വെച്ചാൽ തൻ്റെ തുടർന്നുള്ള കാലം, അതായത് സ്വയംഭുവ മനുവിൻ്റെ കാലം ഏതാ? ആ മന്വന്തരമാണ് അല്ലേ? മന്വന്തരത്തിൽ ബാക്കി തുടർന്നുള്ള കാലം, അതിൽ യാമം ഓരോ മണിക്കൂറിലും അതിലൊരു നിമിഷം പോലും കളയാതെ അദ്ദേഹം ജീവിച്ചത്. മനു ആസൻ, തസ്യ ആസൻ എന്ന് വെച്ചാൽ മനു ജീവിച്ചത്. ശൃണ്വതോ കേട്ടുകൊണ്ട്, ധ്യായതോ ധ്യാനിച്ചുകൊണ്ട്, വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകൾ കുർവതഃ കേട്ടോ, അത് അവനവൻ മനസ്സിലാക്കിയ രീതിയിൽ അതിനെ രചിച്ചുകൊണ്ട് ബ്രുവദ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തുടർന്നുള്ള കാലം അദ്ദേഹം ജീവിച്ചു എന്ന്. സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ ആ മന്വന്തരത്തിലേക്ക് ബാക്കി വരുന്ന കാലം അത് ജീവിച്ചത് അതിലൊരു നിമിഷം പോലും പാഴാക്കി കളയാതെ ഭഗവാന്റെ കഥകൾ നിത്യവും കേട്ട്, ഭഗവാനെ ധ്യാനിച്ച്, ഭഗവാന്റെ കഥകൾ ഞാൻ അറിയുന്ന രീതിയിൽ അതിനെ എഴുതി വെച്ച് രചിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തുടർന്നുള്ള കാലം ജീവിച്ചത്. അപ്പം നമ്മുടെ ഭാഗവതത്തിലെ ഈ ഒരു സത്സംഗം കഴിഞ്ഞിട്ടും നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സത്സംഗങ്ങളുടെ അവസാനം ആ കഥ പറയൽ ഒക്കെ നമ്മൾ വെക്കുന്നത്. വീണ്ടും വീണ്ടും നമുക്കത് ഇങ്ങനെ ആ ഒരു ഭഗവാനിൽ ചേർത്ത് വെച്ച മനസ്സ് അതിൽ നിന്നും വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ, അതേപോലെ അദ്ദേഹം തന്നെ ആ മനസ്സിലാക്കിയ ഭഗവാന്റെ കഥകൾ കേട്ട് മനസ്സിലാക്കിയത് സ്വയം രചിക്കും, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ശ്ലോകം 36. സ ഏവം സ്വാന്തരം മിന്നി യുഗാനാം ഏകസപ്തതി വാസുദേവ പ്രസംഗേന പരിഭൂത ഗതിത്രയഃ. സ ഏവ ആ സ്വയംഭുവ മനു സ്വാന്തരം സ്വന്തം കാലം ഭരണകാലമാകുന്ന ആ യുഗാനാം ഏകസപ്തതിയും 70 ഏകസപ്തതി 71 യുഗാനാം യുഗങ്ങളുടെ ആവർത്തനമാകുന്ന സ്വന്തം ഭരണകാലം നിന്നെ അങ്ങനെ കടന്നുപോയത് വാസുദേവ പ്രസംഗേന, വാസുദേവൻ ഭഗവാൻ മഹാവിഷ്ണുവിൽ ഉറച്ച മനസ്സോടുകൂടി ഭഗവാനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളുമായി, ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ചേർന്നിരുന്നിട്ട് ജീവിച്ച് പരിഭൂത ഗതിത്രയഃ, ത്രയം 3, ആ 3 അവസ്ഥകളെയും പരിഭൂത മറികടന്നു. അതായത് സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ മന്വന്തരമാകുന്ന 71 ചതുർയുഗങ്ങളുടെ ആവർത്തനം, അതാണ് യുഗാനാം ഏകസപ്തതി. ഏകസപ്തതി എന്ന് വെച്ചാൽ 71 യുഗാനാം ചതുർയുഗങ്ങളുടെ ആവർത്തനം. അപ്പം സത്യം, ത്രേത, ദ്വാപര, കലിയുഗമാകുന്ന 4 ചതുർയുഗങ്ങൾ, ഈ 4 യുഗങ്ങൾ ചേർന്നതാണ് ഒരു ചതുർയുഗം. അങ്ങനെ 71 ചതുർയുഗങ്ങളുടെ ആവർത്തനം, അതാണ് ഒരു മന്വന്തരം. അങ്ങനെ സ്വയംഭുവ മനുവിൻ്റെ ജീവിതകാലമാകുന്ന 71 ചതുർയുഗങ്ങൾ ചേർന്നിട്ടുള്ള ആ മന്വന്തരം മുഴുവനും അദ്ദേഹം ജീവിച്ചത് ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളോട് ചേർന്നിട്ടാണ്, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ അതുമാത്രമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുള്ളൂ. അങ്ങനെ ജീവിച്ച് അദ്ദേഹം ആ ഒരു 3 അവസ്ഥകളെയും മറികടന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മായ, പ്രകൃതിയുടെ മായയുടെ സ്വഭാവമാണ് സത്വരജ തമോ ഗുണമാകുന്ന ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങൾക്ക് വിധേയമായിരിക്കുന്ന നമ്മുടെ 3 അവസ്ഥകളാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥയെയും അദ്ദേഹം മറികടന്നു എന്നാണ് പറയുന്നത്. അതായത് മായയിൽ നിന്ന് പുറത്തു കടന്നു എന്ന്. കാരണം മനസ്സ് ഈ സാത്വികമായ കാര്യങ്ങളിലേക്കോ മനസ്സിൻ്റെ സ്വഭാവം സാത്വികമാണെങ്കിൽ സാത്വികമോ, രാജസികമാണെങ്കിൽ അതോ താമസികമാണെങ്കിൽ അതോ ആ തോന്നലിനനുസരിച്ച് പോവാതെ മനസ്സ് സദാ ഭഗവാനിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നപ്പോൾ ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന മനസ്സ് അതിൽ നിന്നും പുറത്തേക്ക് പോയി, മുക്തമായി അതിൻ്റെ മുകളിലേക്ക് പോയി. എന്നാൽ
മായയിൽ നിന്ന് പുറത്തു കടന്നു എന്നർത്ഥം. അപ്പോൾ ആ പ്രകൃതിയുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സ്വയംഭുവ മനു അങ്ങനെ ആ മായയുടെ ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ ഒരു മായയ്ക്ക് വിധേയമായിട്ടുള്ള 3 അവസ്ഥകളിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് കടന്നു. അത്രയും കാലങ്ങൾ അദ്ദേഹം ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെച്ച് ജീവിച്ചു, മറ്റൊന്നിനോടും ആസക്തിയില്ലാതെ എന്ന്. അപ്പം ആലോചിച്ച് നോക്കൂ, 71 മന്വന്തരം, 71 ചതുർയുഗങ്ങൾ ആണ് സ്വയംഭുവ മനുവിൻ്റെ വയസ്സ് എന്ന് ആലോചിക്കണം കേട്ടോ. നമുക്കറിയാലോ, ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ 43,20,000 വർഷങ്ങളാണ്. നമ്മൾ ആ കാലം നിർണയം എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടത്. 43,20,000 വർഷങ്ങളോളമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 71 ചതുർയുഗമാണ് മനുവിൻ്റെ മന്വന്തരം, മനുവിൻ്റെ ജീവിതകാലം എന്ന് പറയുമ്പോൾ ഒരു ആ സ്വയംഭൂവ മനുവിൻ്റെ ജീവിതകാലം എത്ര വർഷങ്ങളാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെ 71 ചതുർയുഗങ്ങൾ അദ്ദേഹം അങ്ങനെ ജീവിച്ച് ആ മായയിൽ നിന്നും പുറത്തു കടന്നു. 37 ശാരീര. അതിനുശേഷം മൈത്രേയ മഹർഷി ഒരു പൊതുതത്വം പറയുന്നതാണ് ഈ വരികൾ. ശാരീര മാനസ ദിവ്യ വൈയാസ്യേ യേ ച മാനുഷ ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദിവ്യ എന്ന് വെച്ചാൽ ദൈവികമായും പ്രകൃതിദത്തമായും വൈയാസേ അല്ലയോ വ്യാസദേവപുത്രനായ വിദുരരെ. അപ്പോൾ മൈത്രേയ മഹർഷിയാണ് വിളിച്ചത്. അല്ലയോ വ്യാസദേവപുത്രനായ വിദുരരെ, അതാണ് വയ്യാസേ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രകൃതിദത്തമായും യേച്ച മറ്റു മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന ഭൗതികഹാച്ച മറ്റു ഭൗതികമായ ജീവജാലങ്ങളുണ്ടല്ലോ, അതായത് പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, ഇനി കാറ്റ്, വെയിൽ, തണുപ്പ്, അഗ്നി, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഏതൊക്കെ തരം ക്ലേശങ്ങളുണ്ടോ ആ ക്ലേശങ്ങൾ, ദുഃഖങ്ങളൊന്നും തന്നെ ഹരിസംശ്രയം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരുവനെ കഥം ബാധന്തേ എങ്ങനെ ബാധിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഒരു ചക്രവർത്തിയുടെ ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, കുടുംബസ്ഥനുമാണ്, ഒരു ഭൂമിയുടെ ചക്രവർത്തിയുമാകുമ്പോൾ സ്വയംഭവ മനുവിനെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഒരു തരത്തിലുമുള്ള വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് തെറ്റുകൾ വരാം, നല്ലത് ചെയ്യാം, അബദ്ധങ്ങൾ സംഭവിക്കാം, എന്തൊക്കെ അദ്ദേഹത്തിന് സംഭവിക്കാം. ഒരു തെറ്റും സംഭവിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കരുത്. എല്ലാ അർത്ഥത്തിലും ഒരു ചക്രവർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ, അതിൽ അബദ്ധങ്ങൾ, പറ്റും തെറ്റുകൾ എല്ലാം അദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇനി പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നത് കൊണ്ടോ മറ്റു മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളോ ഇനി മറ്റ് ജീവജാലങ്ങൾ, ഇപ്പം ചൂട് പറ്റുമ്പോൾ അഗ്നിയിൽ നിന്ന്, തണുപ്പിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ഇങ്ങനെയൊക്കെ മറ്റു ഭൗതികമായ ജീവജാലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഏത് തരത്തിലെ ദുഃഖമാണെങ്കിലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച ശരണാഗതി അടഞ്ഞ ഒരുവനെ അതെങ്ങനെ ബാധിക്കാനാണെന്ന് അതെൻ്റെ ഉത്തരമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ ശരീരത്തിന് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടെൻഷൻ, സ്ട്രെസ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകൾ ഡിപ്രഷൻ, ടെൻഷൻ, സ്ട്രെസ്സ്, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല, നേടിയെടുക്കാൻ പോകുന്ന സ്വപ്നങ്ങൾ നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ദുഃഖം, കോപം, ഇതൊക്കെയാണ് മനസ്സിനെ ബാധിക്കുന്നത്. ഇനി പ്രകൃതിദത്തമായി വരിക എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ വരുമല്ലേ. വെള്ളപ്പൊക്കം ഉണ്ടാവാം, വരൾച്ച ഉണ്ടാവാം, ഭൂമി കുലുക്കുണ്ടാവാം, സുനാമി ഉണ്ടാവാം, ഏതൊക്കെ തരത്തിലുണ്ടാവാം ദുഃഖങ്ങൾ. അതുപോലെ മറ്റു മനുഷ്യരിൽ നിന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികളാകാം, സുഹൃത്തുക്കളാകാം, ആരെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന. ഇനി മറ്റു ഭൗതികമായതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ, പക്ഷികളിൽ നിന്ന് മൃഗങ്ങൾ ആക്രമിച്ചാൽ, പട്ടി കടിച്ചാൽ ഒരു വേദനയല്ലേ, ഒരു ബുദ്ധിമുട്ടാണ് അത്. അങ്ങനെ മരിക്കുന്നു. അതുപോലെ സർപ്പദംശം ഏൽക്കുന്നു, അതുപോലെ വെയിലേറ്റിട്ട്, അതുപോലെ മഴ പെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ മറ്റു ഭൗതികമായ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുക. പക്ഷേ ഇതൊക്കെ നമ്മളുടെ ശരീരം കൊണ്ട്, ഇന്ദ്രിയങ്ങളാലാണ് നമ്മൾ ഇതിനെയൊക്കെ അനുഭവിക്കുന്നത് അല്ലേ. ശരീരം കൊണ്ട് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെ ശരീരം ആ ബുദ്ധിമുട്ട് തരുന്നുവെങ്കിൽ അനുഭവിക്കുന്നത് മനസ്സാണ് ഇതിനെ അനുഭവിക്കുന്നത്. അപ്പോൾ ആ മനസ്സ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ, ദുഃഖം എങ്ങനെ ബാധിക്കും എന്ന് ചോദിക്കുകയാണ്. അത് സ്വയംഭവ മനുവിൻ്റെ ജീവിതത്തെ
ഉദാഹരണമാക്കിയിട്ട് മൈത്രേയ മഹർഷി വിദുരരോട് പറയുകയാണ്, തുടർന്നുള്ള കാലം ഒരു ചക്രവർത്തിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാതിരുന്നത് അദ്ദേഹം ഭഗവാനിൽ ശരണം പ്രാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. ശ്ലോകം 38. യഹ പൃഷ്ടോ മുനിഭിഃ പ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിത സദാ. യഹ ആ മനു പൃഷ്ടോ ചോദിക്കപ്പെട്ടു മുനിഭിഹി മുനികളാൽ. അപ്പം മറ്റു മുനികളാൽ ആ മനുവിനോട് സ്വയംഭൂവ മനുവിൻ്റെ അടുത്ത് മറ്റു മുനികളൊക്കെ വന്ന് ചോദിച്ചു എന്ന്. സർവഭൂതഹിത സദാ, സകല ചരാചരങ്ങൾക്കും ക്ഷേമമുണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന മഹർഷിമാര് മുനികളൊക്കെ സ്വയംഭൂവ മനുവിൻ്റെ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത് എന്ന്. അപ്പോൾ പ്രാഹ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി, നൃണാം മാനവരാശിക്ക് ധർമാൻ എന്താണ് കർത്തവ്യം, മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ, ധാർമ്മികമായ നമ്മുടെ കർമ്മം എന്താണ് നമ്മുടെ കർത്തവ്യം. പിന്നെ വർണ്ണാശ്രമാണ്, 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അറിയാലോ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം 4 ആശ്രമങ്ങൾ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ 4 വർണ്ണങ്ങൾ. ഈ 4 വർണ്ണങ്ങളിലുള്ളവരുടെയും 4 ആശ്രമങ്ങളിലുള്ളവരുടെയും നാനാവിധാൻ ശുഭാൻ, നാനാവിധത്തിലുള്ള പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, കർമ്മങ്ങൾ, ധർമ്മം എന്താണ് എന്നൊക്കെ സ്വയംഭൂവ മനുവിനോടാണ് മറ്റു മഹർഷിമാർ മുനിമാർ വന്ന് ചോദിച്ചത്. അതിന് അദ്ദേഹം പ്രാഹ ഉത്തരം പറഞ്ഞു. അദ്ദേഹം അവർക്കതൊക്കെ പറഞ്ഞു കൊടുത്തു. മനു അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് മനുസ്മൃതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? സ്വയംഭൂവ മനുവിനോടാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നിരിക്കുന്നത്. സകല ഭൗതിക സുഖങ്ങളും അനുഭവിച്ച് ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും കുടുംബവും ഉത്തരവാദിത്വവും അതിനേക്കാൾ ഉപരി ഭൂമിയുടെ ചക്രവർത്തിയായിരിക്കുന്ന ഭരണം നടത്തുന്നതും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കെ മനസ്സ് ഇതിനോടൊന്നും ഒട്ടിച്ചേരാതെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നു മനസ്സ്. എന്നിട്ട് ഭഗവാനോട് ചേർത്ത് വെച്ച് ജീവിക്കുമ്പോൾ അവർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ. എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ ഗൃഹസ്ഥാശ്രമിയായി ജീവിച്ചുകൊണ്ട് ഭഗവാനോട് മനസ്സ് യോഗാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നവർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. കാരണം അവർക്കാണല്ലോ മനസ്സ് ഇളകാനായിട്ട് സാധ്യത കൂടുതൽ. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത്. പക്ഷേ എന്നിട്ടും ആ യോഗാവസ്ഥയെ പ്രാപിക്കാൻ കഴിഞ്ഞപ്പോൾ മറ്റു മഹർഷിമാർ പോലും മനുവിനോടാണ് ചോദിക്കുന്നത്, മനുഷ്യരുടെ ധാർമ്മികമായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, 4 വർണ്ണങ്ങളിൽ പെടുന്നവരുടെ 4 ആശ്രമങ്ങളിൽ പെടുന്നവരുടെ വിവിധമായ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് മനുവിനോട് ചോദിച്ചപ്പോൾ മനു അതിനുള്ള ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് മനുസ്മൃതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്ലോകം 39. ഏതത് തേ ആദിരാജസ്യ മനോഹോ ചരിതം അദ്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തത് അപത്യ ഉദയം ശൃണു ഏതത് ഇപ്രകാരം തേ നിനക്കായിട്ട് ആദിരാജസ്യ മനോഹോ ആദ്യത്തെ ചക്രവർത്തിയായ സ്വയംഭുവ മനുവിൻ്റെ ചരിതം അത്ഭുതകരമായ ചരിതത്തെ വർണ്ണിതം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. വർണ്ണനീയസ്യ വർണ്ണിക്കപ്പെടാൻ അർഹതയുള്ള കഥയാണ് സ്വയംഭുവ മനുവിൻ്റെ കഥ. അതാണ് ആ പറഞ്ഞതിൻ്റെ കാരണവും. അപ്പം ഇപ്രകാരം വർണ്ണിക്കപ്പെടാൻ അർഹതയുള്ള അത്യധികം അത്ഭുതകരമായ സ്വയംഭുവ മനുവിൻ്റെ ചരിതം ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി തത് അപത്യ അദ്ദേഹത്തിൻ്റെ പുത്രി ദേവഹൂതിയുടെ കഥ, ഉദയം അവരുടെ കഥ ശൃണു ഞാൻ പറയാൻ പോകുന്നു, ഇനി നീ അത് കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ ചരിതം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വർണ്ണിക്കപ്പെടേണ്ട ചരിതം തന്നെയാണ്, അത്രയും മഹത്വമേറിയ ചരിതമാണ്. അതിനുശേഷം ഇനി അദ്ദേഹത്തിൻ്റെ പുത്രി ദേവഹൂതിയുടെയും കർദമ മഹർഷിയുടെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ദേവഹൂതിയുടെയും അവരെ അവിടെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഇവർ തിരിച്ചു പോകുന്ന ഭാഗമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി തുടർന്ന് അവിടെ ആശ്രമത്തിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കഥയാണ് നമ്മളിനി അടുത്തതായി കേൾക്കുന്നത്.